एलडीएफ सरकार को सबक सिखाना बहुत जरूरी है। പ്രിയപ്പെട്ടവരെ, സംസ്ഥാനങ്ങളുടെ വികസനത്തിൽ കൂടി മാത്രമേ രാജ്യത്തിന്റെ വികസനം സാധ്യമാകൂ എന്ന മന്ത്രവുമായാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ കേരളത്തിന്റെ വികസനത്തിന് ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതേസമയം കേരളം ഭരിക്കുന്ന എൽഡിഎഫ് ഇന്ന് വികസനത്തിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു. ഇന്ന് എൽഡിഎഫ് സർക്കാർ അവരുടെ എല്ലാ ശക്തിയും കഴിവും വിനിയോഗിക്കുന്നത് കേന്ദ്ര പദ്ധതികളുടെ നേട്ടം കേരളത്തിലെ സാധാരണക്കാർക്ക് നൽകാതിരിക്കുന്നതിന് വേണ്ടിയാണ് അവരെല്ലാ ശക്തിയും കഴിവും വിനിയോഗിക്കുന്നത്. കേരളത്തിലെ നഗരങ്ങളിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ അടുത്ത ഘട്ടം, രണ്ടാം ഘട്ടം എൽഡിഎഫ് സർക്കാർ നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാ വീടുകളിലും പൈപ്പുകളിൽ കൂടി ശുദ്ധജലം എത്തിക്കുന്ന പദ്ധതിയും ഇവിടെ ഇന്ന് നിലച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയുടെ കീഴിൽ വരുന്ന ആധുനികമായ സ്കൂളുകളിൽ സാധാരണക്കാരുടെ മക്കൾ പഠിക്കേണ്ടതില്ല എന്നതാണ് ഇടത് സർക്കാരിന്റെ നയം. ഈ പദ്ധതിയുടെ നേട്ടങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ സംസ്ഥാന സർക്കാർ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കുകയാണ്. ഇങ്ങനെ സാധാരണക്കാരുടെ ശത്രുവായി മാറിയ ഇടത് സർക്കാരിനെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, बीजेपी एनडीए की केंद्र सरकार गरीब का जीवन बेहतर बनाने में जुटी है। इसका एक और उदाहरण हमारे शहरों में रेहड़ी, ठेले, फुटपाथ पर काम करने वाले हमारे भाई बहन हैं। हमने इन्हें आर्थिक मदद देने के लिए पीएम स्वनिधि योजना बनाई। केरला सहित देश के लाखों ऐसे साथियों को पहली बार बैंकों से मदद मिलनी शुरू हुई। अब एनडीए की केंद्र सरकार ने एक और बड़ा कदम उठाया है। अब स्ट्रीट वेंडर्स को भी बीजेपी सरकार स्वनिधि क्रेडिट कार्ड देगी और इसकी शुरुआत देश भर के लोगों के लिए आज मैंने यहां केरला की धरती से शुरू किया है. പ്രിയപ്പെട്ടവരെ, ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്രത്തിലെ എൻഡിഎ സർക്കാർ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ തെരുവ് കച്ചവടക്കാർ, തട്ടുകടക്കാർ, വഴിയോര കച്ചവടക്കാർ എന്നിവർക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾ. ഈ വിഭാഗത്തിൽപ്പെട്ട ദുർബലരായ മനുഷ്യരെ സാമ്പത്തികമായി സഹായിക്കാൻ വേണ്ടി നാം പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. കേരളം ഉൾപ്പെടെയുള്ള നാടുകളിലെ ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്കാണ് ഈ പദ്ധതി മൂലം പ്രയോജനം കിട്ടുന്നത്. ലക്ഷക്കണക്കിന് സാധാരണക്കാർക്ക് PM സ്വനിധി പദ്ധതി വന്നതുമൂലം ബാങ്കുകളിൽ നിന്ന് ആദ്യമായി സഹായം കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ മറ്റൊരു സുപ്രധാന ചുവട് കൂടി ഇന്ന് വെച്ചിരിക്കുകയാണ്. തെരുവ് കച്ചവടക്കാർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടുന്ന പദ്ധതി, ഇവിടെ ഈ രാജ്യത്തെ മുഴുവൻ തെരുവ് കച്ചവടക്കാർക്കും പ്രയോജനം കിട്ടുന്ന ഈ പദ്ധതിയുടെ രാജ്യവ്യാപകമായ ഉദ്ഘാടനം അല്പസമയം മുമ്പ് കേരളത്തിന്റെ ഈ പത്മനാഭന്റെ മണ്ണിൽ വെച്ചാണ് ഞാൻ നിർവഹിച്ചത്. एनडीए सुहृदगणे 2014 से पहले दिल्ली में 10 साल तक लेफ्ट के समर्थन से कांग्रेस की सरकार चलती थी। उस दौरान केरला के किसानों या यहां के फिशरमैन के लिए ना लेफ्ट ने कुछ किया और न ही कांग्रेस ने कुछ किया। दिल्ली में सरकार में बैठे थे तब भी नहीं किया। किसानों के नाम पर जो झूठे पैकेज घोषित होते थे, उसका पैसा कांग्रेस और लेफ्ट के लोगों की जेब में पहुंच जाता था। किसान का पैसा किसान को मिले, इसके लिए एनडीए की केंद्र सरकार ने पीएम किसान निधि शुरू की। इसे केरला के लाखों किसानों के अकाउंट में 13,000 करोड़ 13,000 करोड़ रुपए सीधे मेरे केरल
केरल के किसान भाई बहनों के खाते में जमा हुए हैं। एलडीएफ और यूडीएफ के लोग चाहकर भी इस पैसों को लूट नहीं सकते। പ്രിയപ്പെട്ടവരെ, 2014 മുൻപുള്ള 10 വർഷക്കാലം ഇടതുപക്ഷത്തിന്റെ പിന്തുണയുള്ള കോൺഗ്രസ് സർക്കാരായിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത്. ഈ കാലയളവിൽ കേരളത്തിലെ സാധാരണക്കാരായ കർഷകർക്കോ മത്സ്യത്തൊഴിലാളികൾക്കോ പ്രയോജനം കിട്ടുന്ന ഒരു കാര്യവും ഇടതുപക്ഷത്തിനോ സിപിഐഎമ്മിനോ കോൺഗ്രസിനോ അക്കാലത്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. സർക്കാരിൽ ഇരുന്നപ്പോഴും ചെയ്തിട്ടില്ല, പിന്തുണ കൊടുക്കുന്ന കാലഘട്ടത്തിലും ചെയ്തിട്ടില്ല. കർഷകരുടെ പേരിൽ വ്യാജ വാഗ്ദാനങ്ങളും പാക്കേജുകളും മാത്രമായിരുന്നു അക്കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ടത്. കർഷകരുടെ പേരിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളുടെ മുഴുവൻ പണവും ഇടതു വലതു നേതാക്കളുടെ പോക്കറ്റിലേക്കാണ് അക്കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർഷകരുടെ പണം അവർക്ക് തന്നെ കിട്ടണമെന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നിശ്ചയദാർഢ്യത്തെ തുടർന്ന് എൻഡിഎ സർക്കാർ രാജ്യത്തെ കർഷകർക്കായി കിസാൻ സമ്മാൻ നിധിയാണ് ഇന്ന് നടപ്പാക്കിയിട്ടുള്ളത്. ഈ പദ്ധതി മൂലം കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് 13,000 കോടി രൂപയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ നേരിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചത്. ഈ പണം ഇന്ന് ഇടത് വലതു നേതാക്കൾ വിചാരിച്ചാൽ പോലും മോഷ്ടിക്കാൻ പറ്റത്തില്ല. പറ്റാത്ത തരത്തിലേക്ക് കർഷകർക്ക് നേരിട്ട് പണം എത്തിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, फिशरमैन का हित भी एनडीए की प्राथमिकता है। पीएम मत्स्य संपदा स्कीम के तहत केरला को 1400 करोड़ रुपीस की मदद मिली है। ये बीजेपी की केंद्र सरकार ही है जिसने फिशरीज के लिए अलग मंत्रालय बनाया है। पहली बार फिशरमैन के लिए भी किसान क्रेडिट कार्ड का बेनिफिट दिया है। हमने फिशरमैन के लिए 5 लाख तक के इंश्योरेंस की सुरक्षा भी दी है। डीप सी फिशिंग के लिए नावों के आधुनिकीकरण के लिए मदद दी है. സുഹൃത്തുക്കളെ, മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമമെന്നുള്ളത് എൻഡിഎയുടെ പ്രഥമ പരിഗണനയാണ്. പ്രധാനമന്ത്രി മത്സ്യസമ്പദാ യോജന വഴി കേരളത്തിന് 14,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകിയത്. മത്സ്യബന്ധനത്തിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയം രൂപീകരിച്ചതും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്ര സർക്കാരാണ്. രാജ്യത്താദ്യമായി കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പ്രയോജനം മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയതും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് പോകുന്ന വലിയ ബോട്ടുകളുടെ നവീകരണത്തിനും കേന്ദ്ര സർക്കാർ ഇന്ന് സഹായം നൽകുന്നുണ്ട്. एनडीए सुहृदगढ़े केरला को विकसित बनाने में हमारी युवा शक्ति की बहुत बड़ी भूमिका है, लेकिन कांग्रेस ने यहां की युवा शक्ति के साथ हमेशा धोखा किया. एनडीए के पास केरला के यूथ के लिए रोजगार के अवसर बनाने का रोडमैप है. आज पूरी दुनिया आत्मनिर्भर भारत अभियान में अपने लिए अवसर देख रही है. इसलिए गल्फ हो, यूरोप हो, दुनिया के अनेक देशों के साथ भारत बड़े समझौते कर रहा है. इन समझौतों का बहुत अधिक लाभ केरल को मिल सकता है, लेकिन इसके लिए यहां बीजेपी की डबल इंजन सरकार होना बहुत जरूरी है. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് വളരെ വലുതാണ്. എന്നാൽ കേരളത്തെ മാറി മാറി ഭരിച്ച 2 മുന്നണികളും കേരളത്തിലെ യുവാക്കളോട് വഞ്ചനയാണ് കാണിച്ചിട്ടുള്ളത്. കേരളത്തിലെ യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള കർമ്മ പദ്ധതി എൻഡിഎയുടെ പക്കലുണ്ട്. ഭാരതം നടപ്പാക്കിയ ആത്മനിർഭർ പദ്ധതിയിൽ അവസരം കിട്ടുമോ എന്ന് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളുമായി, അത് മധ്യേഷ്യയിലെ ഗൾഫ് രാജ്യങ്ങളാകട്ടെ, യൂറോപ്പ് ആകട്ടെ, അവരുമായൊക്കെ നയതന്ത്ര ബന്ധങ്ങളിലൂടെ ഭാരതം ഇന്ന് വലിയ വലിയ കരാറുകളിൽ ഒപ്പിടുകയാണ്.
ഈ കരാറുകളുടെ ഒക്കെ ഗുണം കേരളത്തിനും കിട്ടേണ്ടതാണ്. പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ കേരളത്തിലും ഒരു ഇരട്ട എഞ്ചിൻ സർക്കാർ ഉണ്ടാകേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, आधुनिक इंफ्रास्ट्रक्चर का निर्माण रोजगार का बहुत बड़ा माध्यम है. एलडीएफ हो या फिर कांग्रेस, ये इंफ्रास्ट्रक्चर नहीं बनाते, ये सिर्फ बड़े बड़े घोटाले करते हैं. लेकिन बीजेपी इंफ्रास्ट्रक्चर निर्माण से रोजगार निर्माण के विजन पर काम करती है. बीजेपी सरकार के प्रयासों की वजह से ही आज पूरे केरला में के रेल नेटवर्क का इलेक्ट्रिफिकेशन हो चुका है. आज यहां 3 वंदे भारत ट्रेनें चल रही है. थोड़ी देर पहले ही अनेक नई अमृत भारत एक्सप्रेस ट्रेनें भी शुरू की गई है. സുഹൃത്തുക്കളെ, ആധുനിക അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് തൊഴിൽ കിട്ടുന്നതിന് വലിയ ഘടകമാണ്. പക്ഷേ ഇടതാകട്ടെ വലതാകട്ടെ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പാക്കുന്നതിൽ ഒരു ശ്രദ്ധയും കാണിച്ചിട്ടില്ല. പകരം വലിയ വലിയ അഴിമതികളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടി ആകട്ടെ അടിസ്ഥാന സൗകര്യ നിർമ്മാണത്തിലൂടെ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ നയം കാരണം ഇന്ന് കേരളത്തിലെ എല്ലാ റെയിൽവേ ലൈനുകളും വൈദ്യുതീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 3 വന്ദേ ഭാരത് ട്രെയിനുകൾ കേരളത്തിൽ കൂടി ഓടുന്നുണ്ട്. അല്പസമയം മുൻപ് നിരവധി അമൃത ഭാരത് ട്രെയിനുകളാണ് കേരളത്തിൽ കൂടി ഓടുന്നതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. एनडीए शुरू गए इंफ्रास्ट्रक्चर से केरला में व्यापार और रोजगार कैसे बढ़ेगा, इसका एक बड़ा उदाहरण विजिंजम पोर्ट है. जब मुझे इस पोर्ट का लोकार्पण करने का अवसर मिला, उसके 6 मंथ्स में ही 6 महीने में ही करीब 150 वेसल्स और 3 लाख कंटेनर्स को इस पोर्ट पर हैंडल किया गया है. यानी ज्यादा लोगों को रोजगार मिला है और केरला की ट्रेड कैपेसिटी को भी मजबूती मिली है. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ കേരളത്തിന്റെ തൊഴിൽ മേഖല എങ്ങനെ വളരും എന്നതിന്റെ വലിയ ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി. എനിക്കാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കാനുള്ള അവസരം കിട്ടിയത്. രാഷ്ട്രത്തിന് വിഴിഞ്ഞം സമർപ്പിച്ചത് 6 മാസത്തിന് ശേഷം വിഴിഞ്ഞത്ത് 150ഓളം വലിയ കപ്പലുകൾ, മദർ ഷിപ്പുകളും 3 ലക്ഷം കണ്ടെയ്നറുകളുമാണ് വിഴിഞ്ഞം തുറമുഖം വഴി കൈകാര്യം ചെയ്യപ്പെട്ടത്. കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നതോടെ കേരളത്തിന്റെ വ്യാപാര രംഗത്തിന് വലിയ കരുത്തുണ്ടാകും. एनडीए शुरू गए करप्शन ने केरला के डेवलपमेंट पर ब्रेक लगा दी है. एलडीएफ के राज में बैंकों में भी सेविंग सुरक्षित नहीं है. यहां जो कोऑपरेटिव बैंक स्कैम हुआ, इसमें गरीबों और मिडिल क्लास का पैसा लूटा गया है. किसी ने बच्चों की पढ़ाई के लिए, किसी ने बिटिया की शादी के लिए पैसे जमा कर रखा था, लेकिन लेफ्ट और कांग्रेस के लोगों ने वो भी लूट लिया. ऐसे लोगों को कड़ी सजा देना जरूरी है. आप एक बार बीजेपी को मौका दीजिए. जिसने आपको लूटा है उससे एक रुपया वसूला जाएगा. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത് അഴിമതിയാണ്. LDF ഭരണത്തിൽ കേരളത്തിലെ ബാങ്കുകളിലെ നിക്ഷേപം പോലും സുരക്ഷിതമല്ലാതെയായി മാറി. സഹകരണ ബാങ്കിലെ അഴിമതി മൂലം സാധാരണക്കാരുടെ പണമാണ് കൊള്ളയടിക്കപ്പെട്ടത്. മക്കളുടെ വിദ്യാഭ്യാസത്തിനായും പെൺകുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായുമൊക്കെ സാധാരണ മനുഷ്യർ കരുതി വെച്ച പണമൊക്കെയും ഇടത് വലത് നേതാക്കന്മാർ കൊള്ളയടിച്ചു.
ഇവർക്ക് കടുത്ത ശിക്ഷ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അവസരം തന്നാൽ നിങ്ങളുടെ മോഷ്ടിക്കപ്പെട്ട ഓരോ പണവും ഈ മോഷ്ടിച്ചവരിൽ നിന്ന് തന്നെ തിരികെ ഈടാക്കുമെന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. एनडीए सूझ गए भगवान अयप्पा के प्रति पूरे देश के लोगों की, हम सबकी अगाध आस्था है, लेकिन एलडीएफ सरकार ने सबरीमला मंदिर की परंपराओं को नुकसान पहुंचाने में कोई कसर नहीं छोड़ी है. अब यहां गोल्ड के चोरी होने की खबरें आ रही है. मंदिर में से, भगवान के पास से गोल्ड की चोरी, सोने की चोरी. मैं एक बात स्पष्ट कहना चाहता हूं, यहां बीजेपी सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी. और ये मोदी की गारंटी है. പ്രിയപ്പെട്ടവരെ, രാജ്യം മുഴുവൻ മാത്രമല്ല, നമുക്കെല്ലാവർക്കും ഭഗവാൻ അയ്യപ്പനോട് ഈ രാജ്യം മുഴുവൻ അഗാധമായ ഭക്തിയും വിശ്വാസവുമാണുള്ളത്. എന്നാൽ ശബരിമലയുടെ മഹത്തായ പാരമ്പര്യത്തെ, വിശ്വാസത്തെ തകർക്കാൻ കിട്ടിയ ഒരവസരവും പാഴാക്കാത്തവരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുമുന്നണി സർക്കാർ. ഇപ്പോൾ ശബരിമലയിൽ നിന്നും സ്വർണ്ണക്കൊള്ളയുടെ വാർത്ത പുറത്തു വരികയാണ്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ സർക്കാർ ഉണ്ടാക്കും. അങ്ങനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായാൽ മുഴുവൻ ആരോപണങ്ങളെക്കുറിച്ചും നാം അന്വേഷണം നടത്തും. ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ വാസം ഇനി മുതൽ ജയിലിലാകുമെന്ന കാര്യവും ഞാൻ ഉറപ്പു പറയുകയാണ്. ഇതാണ് മോദിയുടെ ഗ്യാരണ്ടി. एनडीए सुहृद गए, मैं आपको कांग्रेस से भी सावधान करने आया हूं. कांग्रेस के पास विकास का कोई एजेंडा नहीं है. कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है. इसलिए देश में आज कांग्रेस को एमएमसी यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है. इसलिए आपको कांग्रेस से भी बहुत सतर्क रहना है. ये मुस्लिम लीगी माओवादी कांग्रेस के लोग केरला को अपनी लैब बना रहे हैं. कांग्रेस यहां केरला में भी कट्टरपंथियों को बढ़ावा दे रही है. ज्ञान, विज्ञान, आध्यात्म, आस्था, इसकी इस पवित्र धरती को कांग्रेस के मुस्लिम लीगी एजेंडे से हमें मिलकर के इस पवित्र भूमि को बचाना है. പ്രിയപ്പെട്ടവരെ, കോൺഗ്രസിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് കോൺഗ്രസിന്റെ കയ്യിൽ വികസനത്തിനുള്ള ഒരു പദ്ധതിയുമില്ല. രാജ്യത്തെ കോൺഗ്രസ് എന്നുള്ളത് മാവോയിസ്റ്റുകളെക്കാൾ വലിയ കമ്മ്യൂണിസ്റ്റുകളായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗിനേക്കാൾ വലിയ വർഗീയവാദികളായി കോൺഗ്രസ് മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ളത് ഇന്ന് എംഎംസി കോൺഗ്രസ് എന്നായി മാറിയിരിക്കുന്നു. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നാണ് ഇന്ന് രാജ്യത്തെ കോൺഗ്രസ് അറിയപ്പെടുന്നത്. നിങ്ങൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ വളരെയധികം സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. മുസ്ലിം ലീഗ് മാവോയിസ്റ്റ് കോൺഗ്രസ് കേരളത്തെ ഇന്ന് അവരുടെ വർഗീയ പരീക്ഷണങ്ങളുടെ പരീക്ഷണശാലയാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിലും കോൺഗ്രസ് വിഘടനവാദികളെ പിന്തുണയ്ക്കുകയാണ്.
അറിവിന്റെ, ശാസ്ത്ര അവബോധത്തിന്റെ, ആധ്യാത്മികതയുടെ, വിശ്വാസത്തിന്റെ ഒക്കെ നാടായ നമ്മുടെ പവിത്രമായ കേരളത്തെ ഈ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗ് അജണ്ടയിൽ നിന്നും നമുക്ക് ഒരുമിച്ച് മുക്തരാക്കണം. കേരളത്തെ നമുക്ക് ഒരുമിച്ച് രക്ഷിക്കണം. साथियों, विकसित केरलम के लिए अब बड़े फैसले का समय आ गया है. अब केरला को नई पॉलिटिक्स चाहिए. 21st सेंचुरी के पहले 25 ईयर्स तो चले गए, खत्म हो गए हैं. आने वाले 25 ईयर्स के इसमें केरला को विकसित बनाने के लिए अब बीजेपी को डिसाइसिव मैंडेट चाहिए. इसलिए मैं केरला के लोगों से कहूंगा, यही समय है, सही समय है. नाउ इज द टाइम फॉर विकसित केरलम. नाउ इज द राइट टाइम फॉर एनडीए गवर्नमेंट. आइए बीजेपी के साथ केरला में विकास के नए युग की शुरुआत करें. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ വികസിത കേരളം സാധ്യമാക്കാനുള്ള സമയമാണ് സമാഗതമായിരിക്കുന്നത്. ഇതിനായി കേരളത്തിന് ഒരു പുതിയ രാഷ്ട്രീയം ആവശ്യമാണ്. 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ 25 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. അടുത്ത 25 വർഷത്തിനുള്ളിലെങ്കിലും കേരളത്തെ വികസിതമാക്കണമെങ്കിൽ ഉറച്ച തീരുമാനം ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കേരളത്തോട് പറയുന്നു, ഇതാണ് ശരിയായ സമയം, ഇതാണ് സമയം. കേരളത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള യഥാർത്ഥ സമയം ഇതാണ്. വികസിത കേരളം സൃഷ്ടിക്കാനുള്ള സമയമാണ് ഇപ്പോഴുള്ളത്. എൻഡിഎ സർക്കാരിനുള്ള ശരിയായ സമയമാണിത്. വരൂ, നമുക്ക് ഒരുമിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം അണിചേർന്ന് കേരളത്തിന്റെ വികസനത്തിന് പുതിയൊരു തുടക്കം കുറിക്കാം. मेरे साथ बोलिए, भारत माता की जय. आप रहने दीजिए. भारत माता की, भारत माता की, भारत माता की. आज नेताजी सुभाष बाबू की जन्म जयंती भी है और वंदे मातरम के 150 साल. मेरे साथ बोलिए, वंदे 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 वंदे. बहुत बहुत धन्यवाद. ഒരുപാട് നന്ദി മോദിജി. കേരളത്തെ ഇത്രയേറെ സ്നേഹിച്ചതിന്, കടലോളം ആത്മവിശ്വാസം ഞങ്ങൾക്ക് പകർന്നതിന്, മലയാളികളുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയതിന് ഒരുപാട് നന്ദി. ഈ ചടങ്ങിൽ ഔപചാരികമായി കൃതജ്ഞത രേഖപ്പെടുത്താൻ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു.